ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. വിഷുവൊക്കെ നന്നായി പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ്. പച്ചക്കറി കൊണ്ടുള്ള ഒരു സ്പ്രിംഗ് റോൾ. അതിനുവേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദയുമാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് മൈദമാവോ 2 കപ്പ് ഗോതമ്പ് മാവോ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴക്കണം. പിന്നീട് കുറച്ചായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതിന് ശേഷം ഈ മാവ് നമുക്ക് അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് പച്ചക്കറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറിയും എടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി സോഫ്റ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ ബീൻസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത്, 1 കഷ്ണം കാബേജ്, എല്ലാം ഓരോ പീസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് നേരിട്ട് പച്ചക്കറി അതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലും ചെറുതായിട്ട് പച്ചക്കറികൾ അരിഞ്ഞെടുക്കണം. എങ്ങനെ ചേർത്ത് കൊടുത്താലും വളരെ സ്വാദായിരിക്കും. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം 1 പച്ചമുളക്, 2 പച്ചമുളകിന് പകരം 3 പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് കുറച്ച് സമയം വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ആ ഉരുളക്കിഴങ്ങൊന്ന് നന്നായി ഉടച്ചെടുക്കാം. കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ സോഫ്റ്റായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അധികം നെയ്യൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു നീളത്തിലുള്ള ബോളുകളാക്കിയിട്ട് മാറ്റണം. കുഴച്ച് നീളത്തിലുള്ള ബോളുകളായി തയ്യാറാക്കിയെടുക്കണം. നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടാണ് നമ്മൾ ഉരുളകളാക്കി മാറ്റുന്നത്. അത് എളുപ്പത്തിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കാൻ സഹായിക്കും. നീളത്തിലുള്ള ഓരോ ഫില്ലിങ്ങും ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നു. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ബോളുകളാക്കുകയോ ഉരുളകളാക്കുകയോ ഏത് ഷേപ്പിൽ വേണ്ടിക്കും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ചൊരു ടേബിൾ സ്പൂൺ മൈദ മാവ് കലക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഉരുളകൾ ഷീറ്റിനുള്ളിൽ കവർ ചെയ്യുമ്പോൾ അവസാനം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇവിടെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. വീണ്ടും ഒന്ന് നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
കുറച്ച് ഓയിൽ തടവി കൊടുത്ത് ഒന്നുകൂടി സോഫ്റ്റാക്കി എടുക്കാം. ഇവിടെ ഞാൻ ആകെയുള്ള മാവ് 4 ബോളുകളാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഓരോ ബോളും നമുക്ക് നീളമുള്ള ഷീറ്റുകളാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇവിടെ ഞാൻ പരത്താൻ വേണ്ടിയിട്ട് മൈദ മാവാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിച്ചും പരത്തിയെടുക്കാം. മൈദ മാവ് 2 സൈഡിലും പുരട്ടിയതിന് ശേഷം പരത്തിയെടുത്താൽ എളുപ്പം പരത്താൻ പറ്റും. ഒരു നീളത്തിൽ ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഈ ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലുള്ള ഷീറ്റുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ നീളത്തിലുള്ള ബോളുകളുടെ അളവിന് കണക്കായിട്ടാണ് ഷീറ്റ് കട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് റോൾ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഷീറ്റ് വെച്ച് റോൾ ചെയ്തെടുക്കാം. അവസാനം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മാവ് കൊണ്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഓരോ ഷീറ്റും നമുക്ക് ഫില്ലിംഗ് വെച്ച് തയ്യാറാക്കിയെടുക്കണം. റോളാക്കി മാറ്റേണ്ടതാണ്. ഇതേമാതിരിയാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതും വളരെ സ്വാദിഷ്ടവുമായ ഒരു പലഹാരമാണ് ഇത്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വെജിറ്റേറിയൻസിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് സ്പ്രിംഗ് റോൾ എന്ന്, വെജ് സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് റോൾ ഓരോന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് കുറച്ച് ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഭാഗം കുറച്ച് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗവും മൊരിച്ചിട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വിഭവമാണ് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത്. ഓരോ ഭാഗവും നമുക്ക് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പോൾ എല്ലാ ഭാഗവും ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്രിസ്പിയും സ്വാദിഷ്ടവുമാണ് ഇതെന്ന്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതേ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി വെച്ചോ അല്ലെങ്കിൽ സോസ് ഉപയോഗിച്ചോ, ടൊമാറ്റോ സോസോ മറ്റോ ഉപയോഗിച്ചോ കഴിക്കാവുന്നതാണ്.